എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 33 വർഷമായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റർ ഡോക്ടറാണ്. ഞാൻ എൻ്റെ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു തിരുവചനത്തോടു കൂടി ആരംഭിക്കാം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ ഒരു തിരുവചനമാണിത്. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറി എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇനി എന്താണ് ത്വക്ക്? ത്വക്ക് എന്ന് പറയുന്നത് ശരീരത്തെ കെട്ടുറപ്പ് നൽകുവാനും ശീതോഷ്ണസ്ഥിതി ശരീരത്തിൻ്റെ കാത്തു സൂക്ഷിക്കുന്ന അവയവമാണ് ശരീരത്തിലെ ത്വക്ക് എന്ന് പറയുന്നത്. ജലം, വിയർപ്പ്, ലവണം എന്നീ വിസർജ്യ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ത്വക്കിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഇനി നമ്മുടെ ശരീരത്തിന് ത്വക്കിന് വർണ്ണം കൊടുക്കുന്ന ഒരു വർണ്ണവസ്തു, തവിട്ട് നിറത്തിലുള്ള വർണ്ണവസ്തുവാണ് മെലാനിൻ. അൾട്രാ വയലറ്റ് രശ്മികൾ സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നത് ഈ മെലാനിൻ എന്ന് പറയുന്ന ത്വക്കിലെ വർണ്ണവസ്തുവാണ്, തവിട്ട് നിറമാണതിന്. ഇനി അടുത്തതായിട്ട് ഈ ത്വക്കിന് 3 ലെയറുകളുണ്ട്: ഡെർമിസ്, എപ്പിഡെർമിസ്, സബ്കുട്ടേനിയസ് ടിഷ്യൂ. ഇനി എന്താണ് ത്വക്ക് രോഗം? ത്വക്ക് രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വക്കിലുണ്ടാവുന്ന അണുബാധയും ത്വക്കിലുണ്ടാവുന്ന ക്യാൻസറുമാണ് സാധാരണ രീതിയിൽ ത്വക്ക് രോഗം എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതിൽ ഈ ത്വക്ക് രോഗത്തെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടത് വരണ്ട ചർമ്മം മൂലം കാലുകളിൽ ത്വക്ക് രോഗം ഉണ്ടാകുന്നു. ഇനി മുഖക്കുരു താരൻ എന്ന് പറയുന്നത് ഒരു ത്വക്ക് രോഗമാണ്. ആ മുഖക്കുരു താരൻ എന്ന് പറയുന്നത് നമ്മൾ ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തേണ്ട 2 കാര്യങ്ങളാണത്. മുഖക്കുരു അതെ, താരനും അത് സിമ്പിളായിട്ട് വിടരുത്. അപ്പോൾ മുഖക്കുരു താരൻ ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തണം. അതോടൊപ്പം തന്നെ കാണുന്നതാണ് എക്സീമ. ചൊറിച്ചിലോടുകൂടി കാല് പഴുത്ത് പൊട്ടി ഒലിക്കുന്ന ഒരു അസുഖമാണ് എക്സീമ. വേറൊരു രോഗമാണ് അത് ഫംഗൽ ഇൻഫെക്ഷനിൽ പെടുന്നതാണ് വട്ടച്ചൊറി എന്ന് പറയും. ടീനിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ഫംഗസാണ് ഇത് പരത്തുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പലരെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറി. എന്താണ് ഫംഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂപ്പൽ എന്നർത്ഥം. ഈ പൂപ്പൽ ഉണ്ടാക്കുന്ന വിഷവസ്തുക്കളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മടക്കുകളിലും അതുപോലെ തന്നെ ഈർപ്പവും നനവും ഒപ്പം ഉള്ള നമ്മുടെ കാലാവസ്ഥയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ശരീരത്തിൽ വിയർപ്പ് കൂടുതലുള്ള മടക്കുകളിൽ കക്ഷത്തിൽ കാലിൻ്റെ മടക്കുകൾ ഒടിയിലൊക്കെ ഒരു രൂപ വട്ടത്തിലോ 10 പൈസ നാണയ വട്ടത്തിലോ കാണുന്ന ഒരു കറുപ്പ് കലർന്ന ചുവന്ന നിറത്തിലുള്ള തടിപ്പുകളാണ് സാധാരണ രീതിയിൽ വട്ടച്ചൊറി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു പ്രത്യേക ഫംഗസാണ്. ടീനിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ഫംഗസാണ് ഈ രോഗം പരത്തുന്നത്. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു 10,000 പേർക്കെങ്കിലും ഈ രോഗം നമുക്ക് കാണുന്നുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള വിയർപ്പ് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അമിതമായ തടിയുള്ളവർ, അതോടൊപ്പം തന്നെ സ്ത്രീകൾ, കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകൾ, AC റൂമിലിരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നനഞ്ഞ വസ്ത്രങ്ങൾ ഇത് ഉപയോഗിക്കുന്നവർ, ഇനി ടവല്, അതോടൊപ്പം തന്നെ മറ്റ് വസ്ത്രങ്ങളൊക്കെ മറ്റുള്ളവരുടെ എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവരുടെ വസ്ത്രങ്ങളും ഉപയോഗ വസ്തുക്കളൊക്കെ നമ്മൾ വേറൊരാൾ ഷെയർ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടും ഈ രോഗം വരുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഇത് കാണുന്നത് ഈ നമ്മുടെ സ്റ്റീറോയിഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചിലർക്ക് ഈ വട്ടച്ചൊറി കാണുന്നുണ്ട്. പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കൂടുതൽ കെമിക്കൽസ് അടങ്ങിയ സോപ്പുകൾ, നല്ല മണമുള്ള സോപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കാം, അതിലൊക്കെ കൂടുതൽ കെമിക്കൽസ് ഉണ്ട്. അതും കാരണം കൊണ്ട് നമുക്ക് വട്ടച്ചൊറി ഉണ്ടാകുന്നുണ്ട്. ഇനിയും ഈ വട്ടച്ചൊറി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി എന്താണ് ഈ വട്ടച്ചൊറിയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ചൊറിച്ചിൽ, ചുവന്ന കറുപ്പ് നിറത്തോടുകൂടിയ തടിപ്പുകൾ,
പിന്നെ അതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ അത് തൊലി വിണ്ട് കീറുന്നു, അത് ഡ്രൈ ആവുന്നു, സ്കിൻ വരണ്ട് പോകുന്നു, തൊലി അടർന്നു പോകുന്നു, തടിപ്പുകളായിട്ടാണ് അത് സാധാരണ രീതിയിൽ കാണുന്നത്. ഇനി അതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതവണ്ണം, ഡയബറ്റീസ് ഉള്ളവർക്ക്, കൗമാരപ്രായക്കാർക്കൊക്കെ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ അതികലശലായിട്ടുള്ള ചൊറിച്ചിൽ, അതോടൊപ്പം തന്നെ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നന്നായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നു, സ്കിൻ ഇൻഫെക്ഷൻ സാധാരണയായിട്ട് കാണുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ്, ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ ചെയ്യുക, ഇത് കൾച്ചർ ഓഫ് ഫംഗൈ, ഡയറക്റ്റ് മൈക്രോസ്കോപ്പി, ബ്ലഡ് ടെസ്റ്റൊക്കെയാണ് സാധാരണ നമ്മൾക്ക് ഇത് തടിപ്പ്, വട്ടച്ചൊറി എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ തന്നെ നല്ല ചൊറിച്ചിലോടുകൂടി കാണുന്ന ഒരു തടിപ്പായിട്ട് തന്നെ കാണും, അതിനൊരു ഡിസ്കളറേഷൻ ഉണ്ടാവും. അത് ആ ഡയറക്റ്റ് ഫിസിക്കൽ എക്സാമിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി അല്ലാത്ത ചില കേസുകളാണ് കൾച്ചർ ഓഫ് ഫംഗസ് കൾച്ചർ ചെയ്യുക, അതിൽ ഡയറക്റ്റ് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് അവിടെ നിന്ന് സ്കിൻ കുറച്ച് ചുരണ്ടി എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫംഗസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ ചെയ്യേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ ചേർന്നിട്ടുള്ള കോമ്പണൻസാണ് നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് കൊടുക്കുന്നത്. അത് രസോത്തമാദി ലേപം, അതുപോലെ തന്നെ സൾഫർ ഓയിൻമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് തിക്തകം കഷായം, മഹാതിക്തകം കഷായം, പടോലാദി കഷായം കൊടുക്കും. പിന്നെ നന്നായിട്ട് ശോധന വരുത്തണം. അപ്പോൾ നമ്മൾ അവിപത്തി പൊടി കഷായത്തിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കൊടുക്കാം. പിന്നെ ത്രിവൃത്ത് ലേഹം, അത് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ്. മാണിഭദ്ര ഗുളം കൊടുക്കും. പിന്നെ ഡെർമാഫെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്സൂളുണ്ട്. പിന്നെ നല്ല ചൊറിച്ചിലുള്ളവർക്ക് അലേറിൻ ടാബ്ലറ്റ് കൊടുക്കും. പെരട്ടാനായിട്ട് നമ്മൾ മറ്റേ ഏലാദി വെളിച്ചെണ്ണ, അതോടൊപ്പം നാൽപ്പമരാദി വെളിച്ചെണ്ണ, ഗുഗുലു മരിച്ചവാദി തൈലം, ദിനേശവല്ലാദി തൈലം, ഇതൊക്കെ നമ്മൾ പെരട്ടാനായിട്ട് എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്ന തൈലങ്ങളാണിതെല്ലാം. പിന്നെ ഇതിന് അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒ പി ട്രീറ്റ്മെൻറ്റിൽ, കൺസൾട്ടേഷനിൽ ഒ പി ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുത്തിട്ട് തന്നെ നമ്മൾ സാധാരണ അത് ഈ രോഗം സാധാരണ മാറാറുണ്ട്. അതിൻ്റെ ലേറ്റർ സ്റ്റേജിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് ഒരു വ്യത്യാസവും ഇല്ല എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചില മെഡിക്കേറ്റഡ് എനിമാസും, അതുപോലെ കിടത്തി നമ്മുടെ ഉള്ളിലേക്ക് ഇത്തിരി നെയ്യും, അതുപോലെ തന്നെ സ്നേഹപാനവും വിരേചനവും, അതുപോലെ ഔഷധസിദ്ധമായ എനിമകളും ഒക്കെ നമ്മൾ അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ്. അല്ലാത്ത സ്റ്റേജിൽ നമ്മൾ ഒ പി കൺസൾട്ടേഷനിൽ തന്നെ ഇതിന് ചികിത്സ കൊടുത്ത് നമുക്ക് ഭേദമാക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ പത്യാപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ, ചെറുനാരങ്ങ, പിന്നെ പച്ചക്കറികൾ, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഇതിന് കൊടുക്കുക. കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകൾ, കലോറിയുള്ള ഫ്രൂട്ട്സുകൾ, ഏത്തപ്പഴം, ഈത്തപ്പഴം, മുന്തിരിങ്ങ, അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. അതൊക്കെ ഇതിന് നല്ലതല്ല. പിന്നെ ഇത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്, അതുപോലെ തന്നെ മൈദ, പിന്നെ ബീൻസുകൾ, പിന്നെയുള്ള പ്രധാനപ്പെട്ട ഉരുളക്കിഴങ്ങ് കൂടുതൽ കലോറിയുള്ള കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ളതാണത്. അതൊക്കെ ഇതിന് കൂടുതലായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം. ഫ്രൈഡ് തിങ്സ്, അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ഇതെല്ലാ രോഗത്തിനും ഫാസ്റ്റ് ഫുഡും ഫ്രൈഡ് ഫുഡും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ പിന്നെ മത്സ്യം, മാംസം, മുട്ട, ഇത് മൂന്നും ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഉപേക്ഷിക്കുക തന്നെ വേണം. പിന്നെ കൂടുതൽ റിച്ച് ആയിട്ടുള്ളതാണ് കടല, വമ്പയർ, പരിപ്പ്, അതൊക്കെ നമ്മൾ ഇതിനധികം ഗുണം ചെയ്യാത്ത കാര്യങ്ങളാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ പ്രിവെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 നേരം നമ്മൾ കുളിക്കണം. അതുപോലെ തന്നെ എണ്ണ തേച്ചിട്ട് കുളിക്കുകയാണ് നമ്മൾ പറയുന്നത്. പിന്നെ മിതമായിട്ടുള്ള വെയിൽ കൊള്ളണം, രാത്രി ഉറക്കൊളിക്കരുത്, പകൽ ഉറങ്ങരുത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് അമിതവണ്ണം ഉള്ളത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കോസ്മെറ്റിക്സ്, ഷാംപൂ, കെമിക്കൽസ് കൂടുതലുള്ള സോപ്പുകൾ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ അതായത് ഈ അലർജിക്ക് ആയിട്ടുള്ള അതായിട്ട് കോണ്ടാക്റ്റ് വരുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ഇതുകൾ, പിന്നെ മറ്റുള്ളവരുടെ ടവല്, വസ്ത്രങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപേക്ഷിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ നനഞ്ഞ വസ്ത്രങ്ങൾ ഇട്ട് നടക്കരുത്. ഇനിയും അഥവാ നമ്മൾ തുണി അലക്കി വെയിലത്തിട്ട് ഉണക്കി തേച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അത് ഫംഗൽ ഇൻഫെക്ഷനെ, ഫംഗസ് ആ നല്ല തേക്കുമുള്ള ചൂടിൽ ചത്തുപോകും.
അപ്പോൾ അതുകൊണ്ട് ഈ വസ്ത്രങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള രീതികളിൽ വേണം ഉപയോഗിക്കാനായിട്ട്. കുളിയും എണ്ണ തേച്ചിട്ട് എണ്ണയുടെ പ്രയോഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ കാർബോഹൈഡ്രേറ്റ് ഫുഡുകൾ നമ്മൾ കഴിക്കുന്നത് നന്നായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം. അതുപോലെ ഹൈ റിച്ച് ആയിട്ടുള്ള ഷുഗർ കണ്ടൻറ്റുള്ള മധുര പലഹാരങ്ങൾ, പിന്നെ പുളി, ഉപ്പ്, എരിവ്, വിനീഗർ, അതുപോലെ തന്നെ തൈര്, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നല്ലൊരിക്കൽ കൂടി ഫ്രൈഡ് ആയിട്ടുള്ള വറുത്ത സാധനങ്ങൾ, മത്സ്യമാംസാദികൾ തീർത്തും ഫംഗൽ ഇൻഫെക്ഷന് നമ്മൾ വർജിച്ചേ പറ്റൂ. അത് ഒട്ടും തന്നെ നമുക്ക് ആരോഗ്യത്തിന് ചേർന്നതല്ല. അതോടൊപ്പം തന്നെ ഈ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരങ്ങളാണ് കടല, പരിപ്പ്, പയറ്, ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കണം. പിന്നെ ചെറുതായിട്ട് നമ്മൾ ഗോതമ്പ്, റാഗി, ബാർലി, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. വട്ടച്ചൊറി അകറ്റി നിർത്തുവാനുള്ള ഒറ്റമൂലികളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതിന് കുറച്ച് ഒറ്റമൂലികൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആര്യവേപ്പും പച്ചമഞ്ഞളും കൂടി രണ്ടും കൂടി നല്ല പേസ്റ്റാക്കിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ തൈരും മഞ്ഞളും കൂടി മിക്സാക്കിയിട്ട് അത് വട്ടച്ചൊറികളുള്ളടുത്ത് പുരട്ടുക. പിന്നെ പുളിച്ച തൈര് നമ്മൾ അകത്തേക്ക് കഴിക്കാനാണ് പറയുന്നത്. പിന്നെ അടുത്തത് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾക്ക് അത് വാങ്ങിക്കാൻ കിട്ടും സ്റ്റോറുകളിൽ നിന്ന്. അത് അല്പം വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വട്ടച്ചൊറികളുള്ളടുത്ത് പുരട്ടി കൊടുക്കുക. പിന്നെ വെന്ത വെളിച്ചെണ്ണ, നമ്മൾക്കറിയാലോ, ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് വേവിച്ചിട്ട് അതിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഈ പറയുന്നത്. വെന്ത വെളിച്ചെണ്ണയിൽ മഞ്ഞൾ ചേർത്തിട്ട് നമ്മൾ പുരട്ടുന്നത് ഈ വട്ടച്ചൊറിക്ക് ഫംഗൽ ഇൻഫെക്ഷന് വളരെ നല്ലതാണ്. പിന്നെ അടുത്ത് പറയണത് വെളുത്തുള്ളി പേസ്റ്റ്, അത് അരച്ച് ഈ വട്ടച്ചൊറി ഉള്ളിട്ട് പുരട്ടുന്നത് വട്ടച്ചൊറിക്ക് നല്ലതാണ്. കറ്റാർ വാഴ ജെല്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് കറ്റാർ വാഴ ജെല്ല്. അത് ഈ വട്ടച്ചൊറിക്ക് ഇഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അടുത്തത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളം, ഉപ്പിട്ട ചൂടുവെള്ളം കൊണ്ട് നന്നായിട്ട് വട്ടച്ചൊറികളോടത്ത് നന്നായിട്ട് കഴുകുക എന്നുള്ളത് ഈ വട്ടച്ചൊറിക്ക് ഏറ്റവും ഉപയുക്തമായിട്ടുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ അത് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ചെറിയ മിനിമം വട്ടച്ചൊറിയൊക്കെ ഉള്ളുവെങ്കിൽ ഈ കാര്യങ്ങൾ ഇഫക്റ്റീവ് ആവും. അല്ല, ഇത് കുറച്ച് ലേറ്റർ സ്റ്റേജിലേക്ക് കടന്നതാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും അവർ പറയുന്ന മെഡിക്കേഷനും അവർ പറയുന്നത് ഫോളോ അപ്പ് ചെയ്തേ നമുക്ക് പറ്റൂ. അപ്പോൾ അതുകൊണ്ട് സെൽഫ് ട്രീറ്റ്മെൻറ്റ് നല്ലതല്ല. ഒരു മിനിമം സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒറ്റമൂലികൾ കൊണ്ട് നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ്. വട്ടച്ചൊറിയെ തടയാൻ വ്യക്തിപരമായ ശുചിത്വം എത്രമാത്രം സഹായിക്കും ഡോക്ടർ? നമ്മൾ നേരത്തെ ഈ വട്ടച്ചൊറി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയണത് വ്യക്തിപരമായ ശുചിത്വത്തിന് വലിയൊരു റോളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും 2 നേരം കുളിക്കണം എന്നാണ് പറയുന്നത്. വട്ടച്ചൊറി ഉള്ളവർ 2 നേരം കുളിക്കണം. എണ്ണ പുരട്ടിയിട്ട് വേണം കുളിക്കാൻ. എണ്ണ സാധാരണ വെളിച്ചെണ്ണ ഇതിന് നല്ലതാണ്. വെളിച്ചെണ്ണ അത് ഉപയോഗിക്കാം. ചിലർക്ക് അതുകൊണ്ടാവില്ല. ചിലർക്ക് നാൽപ്പാമരാതി, ഏലാതി, അങ്ങനെയൊക്കെയുള്ള വെളിച്ചെണ്ണകൾ, ദിനേശവല്യാതി, അങ്ങനെ ഗുൽഗുലു മരിജാതി തൈലം, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ തേച്ചിട്ട് നമ്മൾ കഴിയുന്നതും നമ്മൾ സോപ്പുകൾക്ക് പകരം നമ്മുടെ ചെറുപയർ, കടലമാവൊക്കെ തേച്ചിട്ട് കഴുകി കളയുന്നതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. പിന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത്. ഇന്നർ വെയേഴ്സ് എപ്പോഴും കോട്ടൺ ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ ഡ്രസ്സുകൾ, ടവല്, പേഴ്സണൽ തിങ്സൊന്നും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കണം. പിന്നെ നമ്മുടെ തന്നെ വസ്ത്രങ്ങൾ നമ്മൾ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി അത് നന്നായിട്ട് തേച്ചിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ഹൈജീൻ നമ്മുടെ ഈ വട്ടച്ചൊറിക്ക് വളരെ ഇഫക്റ്റീവായിട്ടാണ് നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ രോഗികളോട് വളരെ പ്രത്യേകമായതും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പറയും. പിന്നെ സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആര്യവേപ്പും പച്ചമഞ്ഞളും കൂടി അരച്ച് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് തേച്ച് താളി പോലെ തേച്ചിട്ട് നമ്മൾ കുളിക്കാൻ പറയും. അതൊക്കെയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ചൊറിച്ചിലും വട്ടച്ചൊറികളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഭേദപ്പെട്ട് പോകാവുന്നതാണ്. പിന്നെ നമ്മൾ ഓവറായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ നമ്മൾ സെൽഫായിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഓവർ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫ്രൂട്ട്സ്, റിച്ച് ഷുഗറുള്ള ഫ്രൂട്ട്സും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ നമ്മുടെ ഉരുളക്കിഴങ്ങ്, ചോളം, മൈദ, ഓവറായിട്ടുള്ള നമ്മുടെ ചോറ്, ഇതിൻ്റെയൊക്കെ പ്രയോഗങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതുതരം ത്വക്കിലാണ് വട്ടച്ചൊറി കൂടുതലായി കാണുവാൻ സാധ്യത?
നമ്മൾ ഈ വട്ടച്ചൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്കാണ് സാധാരണ ഈ വട്ടച്ചൊറി കാണുന്നത്. പിന്നെ എങ്ങനെയുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അത് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷവും തുടയെടുക്കും, അതായത് ഈർപ്പവും വേർപ്പും ഈർപ്പവും ഒപ്പം നിൽക്കുന്ന ഭാഗങ്ങളിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ താഴെയായിട്ടുണ്ടാവും, തുടയുടെ ഇടുക്കിലുണ്ടാവും, പുറം വശത്തുണ്ടാവും, നമ്മുടെ ചെവിയുടെ പുറകെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒക്കെ എവിടെയൊക്കെ നമുക്ക് വേർക്കുക, എവിടെയൊക്കെ നമുക്ക് ഈർപ്പം തങ്ങി നിൽക്കുക, ആ വശങ്ങളിലൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ വട്ടച്ചൊറിയുടെ അറ്റാക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഈ വരണ്ട ചർമ്മത്തിൽ ഇത് കൂടുതൽ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു വട്ടച്ചൊറി. അതോടൊപ്പം തന്നെ ഒന്ന് ആഡ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൗമാരപ്രായക്കാരിലും യുവതി യുവാക്കളിലൊക്കെ നമ്മൾ ഇതിൻ്റെ പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സിലൊക്കെ നമ്മൾ ഈ വട്ടച്ചൊറി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർ പേരൻസിനോട് പറയും, ചിലപ്പോൾ മടി കാണിക്കും, ചിലർ പേരൻസിനോട് പറയും. അപ്പോൾ പേരൻസ് ഇപ്പോൾ കല്യാണപ്രായമായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൻസൈറ്റി ആയിട്ടായിരിക്കും അവർ ഒ പിയിൽ വരിക. അപ്പോൾ അവരോട് ഇത് അങ്ങനെ ആൻസൈറ്റി പിടിക്കേണ്ട കാര്യമില്ല. ചെറിയ ലേപനങ്ങൾ, ഉള്ളിലേക്ക് ചെറിയ മരുന്നുകൾ, പിന്നെ 2 നേരമോ 3 നേരമോ തേക്കാവുന്ന ചില ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ഭേദപ്പെടുത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മൂടി വെക്കരുത്, രഹസ്യമാക്കി വെക്കരുത് എന്നുള്ള പ്രത്യേക ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഈ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ കൗമാരപ്രായം അത് കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതാണ്. ഇത് ആങ്സൈറ്റിക്ക് വക ഇല്ലാത്തൊരവസ്ഥയാണ്. അത് നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അത് അവർ നോക്കി അതിന് ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ഇതിന് ഒട്ടും സ്ട്രെസ്സ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന സ്കിൻ അലർജികൾ വട്ടച്ചൊറിയായി മാറുമോ? ഈ പ്രായമായവരിൽ ഇത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവർക്ക് ഈ വെരിക്കോസ് വെയിനും ഇതും കൂടിയും അറ്റാച്ച് ചെയ്തിട്ട് ചിലർക്ക് വരാറുണ്ട്. അത് വെരിക്കോസ് അൾസറായിട്ടാണ് അത് വരുന്നത്. അല്ലാതെ വട്ടച്ചൊറി വളരെ ചുരുക്കമായിട്ടാണ്, അങ്ങനെ കഴിയുന്നത് 30 വയസ്സ് കഴിഞ്ഞവരിലാണ് ഇത് കാണുന്നത്. എങ്കിലും പ്രായം നന്നായിട്ടായവരിൽ ഇത് കാണുന്നത് വട്ടച്ചൊറിയൊക്കെ കൂടുതലായിട്ട് കോമൺ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒ പിയിൽ വരുന്നത് വെരിക്കോസ് അൾസർ എന്നുള്ള ഒരവസ്ഥയിൽ വെരിക്കോസ് വെയിൻ തടിച്ചിട്ട് അവിടെ ചൊറിച്ചിലും വെള്ളമൊലിക്കലും ഒക്കെ ആയിട്ടാണ് സാധാരണ രീതിയിൽ നമുക്ക് കൺസൾട്ടേഷനിൽ കിട്ടുന്ന കേസസ്. പ്രമേഹം, അമിതവണ്ണം ഇങ്ങനെയുള്ളവരിൽ ചിലരിൽ, കാരണം ഇത് റിസ്ക് ഫാക്ടറാണ്, ഇങ്ങനെയുള്ളവർക്ക് വട്ടച്ചൊറി ഉണ്ടാകാം. അതുകൊണ്ടത് പല കേസിലും പ്രമേഹക്കാർക്കും അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്കും വട്ടച്ചൊറി കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ഈ മറ്റ് അമിതവണ്ണത്തിനും പ്രമേഹത്തിനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതോടൊപ്പം വട്ടച്ചൊറിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൂടി ഒരുമിച്ച് ചേർത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് സാധാരണ രീതിയിൽ ഒ പി കൺസൾട്ടേഷനിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷന് ഉപയോഗിക്കാൻ പറ്റിയ കാൻഡിഡ് പൗഡർ, ടാൽക്കം പൗഡർ, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറയുന്ന പൗഡറുകൾ. നമ്മൾ ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചും അതിൻ്റെ കാരണങ്ങൾ, അത് എത്രത്തോളം കാണുന്നുണ്ട്, ആർക്കാണ് കൂടുതൽ കാണുന്നത്, പിന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ, റിസ്ക് ഫാക്ടർ, കോംപ്ലിക്കേഷൻ, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്, ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്, ഒറ്റമൂലികൾ, പ്രിവെൻഷൻ, ഇതിനെക്കുറിച്ചൊക്കെ സവിസ്തരം പ്രതിപാദിച്ചു. എനിക്ക് പറയാനുള്ളത് സ്ട്രെസ്സ് ആക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു നല്ലൊരു ഫിസിഷ്യനെ കണ്ട്, ആയുർവേദ ഫിസിഷ്യനെ കണ്ട് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു രോഗമാണ്. അത് ആരംഭത്തിൽ തന്നെ ചികിത്സയ്ക്ക് വിധേയപ്പെടുത്തി കഴിഞ്ഞാൽ അത് മാറാവുന്ന രോഗമുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസ്. അപ്പോൾ എന്നെ ശ്രവിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.